HTML is used to create web pages. The commands used in HTML are called tags. Tags begin with opening angle bracket and ends with closing angle bracket. അപ്പോൾ HTML ഉപയോഗിക്കുന്നത് വെബ് പേജുകളെ ഡിസൈൻ ചെയ്യാനാണ്. ഈ വെബ് പേജുകളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡുകളെയാണ് ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടാഗ് എന്ന് പറഞ്ഞാൽ HTML കമാൻഡുകളെയാണ് ടാഗ് എന്ന് പറയുന്നത്. ഓരോ ടാഗും ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റിനും ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിനും ഇടയിൽ എഴുതണം. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പലിന്റെ ഇടയിലാണ് ടാഗുകൾ എഴുതേണ്ടത്. ടാഗുകൾ രണ്ട് തരത്തിലുണ്ട്, എംപ്റ്റി ടാഗും കണ്ടെയ്നർ ടാഗും. എംപ്റ്റി ടാഗ്, an empty tag is also known as a single tag. It has only opening tag. ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ടാഗുകളെയാണ് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. കണ്ടെയ്നർ ടാഗ്സ്. കണ്ടെയ്നർ ടാഗ്സ് ആർ ഓൾസോ നോൺ ആസ് പെയർഡ് ടാഗ്സ്. ഇറ്റ് ഹാസ് ബോത്ത് ഓപ്പണിംഗ് ടാഗ്സ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗുമുള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആട്രിബ്യൂട്ട് എന്ന് നോക്കാം. Additional information supplied with HTML tags are called attributes. ഓരോ HTML ടാഗിൻ്റെയും കൂടെ അതിനെ അർത്ഥവത്താക്കാൻ, കുറച്ചുകൂടി മീനിങ് ഫുൾ ആക്കാൻ അതിൻ്റെ കൂടെ എഴുതുന്ന ചില കീവേഡുകളെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ടാഗിൻ്റെ ഒപ്പം എഴുതുന്ന ചില കീവേഡുകളെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ടാഗിനെ കുറച്ചുകൂടി അർത്ഥവത്താക്കാനാണ് ടാഗിൻ്റെ ഒപ്പം ഈ ആട്രിബ്യൂട്ടുകൾ കൂടി നമ്മൾ എഴുതുന്നത്. ഇനി ഒരു HTML പേജിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. An HTML page begins with HTML and ends with /HTML. The source code is written using a text editor. The files are saved with extension .htm or .html. അപ്പോൾ ഏതൊരു HTML ഡോക്യുമെൻറ്റും HTML ടാഗിൻ്റെയും /HTML ടാഗിൻ്റെയും ഇടയിലാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഈ HTML കോഡ് എഴുതാനായി ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. നോട്ട് പാഡോ ജീനിയോ അങ്ങനെ ഏത് ടെക്സ്റ്റ് എഡിറ്ററിലും നമുക്ക് HTMLൻ്റെ കോഡ് എഴുതാവുന്നതാണ്. ഈ കോഡ് എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതിന് ഒരു പേര് കൊടുത്തിട്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം. കൊടുക്കേണ്ട എക്സ്റ്റൻഷൻ ഒന്നുകിൽ .htm എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ .html എന്ന് കൊടുക്കാം. The HTML documents are viewed in a web browser such as Internet Explorer, Firefox, Safari, etc. നമ്മൾ ഈ HTML ഡോക്യുമെൻസിനെ ഒരു വെബ് ബ്രൗസർ വഴി നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെബ് പേജ് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നോട്ട് പാഡിൽ ഒരു HTML ഫയൽ എഴുതി അതിനെ നമ്മൾ സേവ് ചെയ്തു, അതിനുശേഷം അതിനെ ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വഴി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വെബ് പേജ് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു HTML കോഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. നേരത്തെ പറഞ്ഞു ഏതൊരു HTML ടാഗിൻ്റെയും /HTML ടാഗിൻ്റെയും ഇടയിലാണ് എഴുതേണ്ടത്. HTML കഴിഞ്ഞാൽ ഹെഡ് എഴുതണം. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ ടാഗ് വരുന്നത്. അതിവിടെ കൊടുത്തിട്ടില്ല. ഹെഡ് ടാഗിൻ്റെ ഇടയിൽ നമ്മൾ ഹെഡിനും /ഹെഡിനും ഇടയിൽ നമ്മൾ ടൈറ്റിൽ ടാഗ് കൊടുക്കും. ഈ ടൈറ്റിലിനും /ടൈറ്റിലിനും ഇടയിൽ കിടക്കുന്ന കണ്ടൻസ് നമുക്ക് വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാറിൽ കാണാനായിട്ട് സാധിക്കും. ഇനി
ബോഡി ടാഗിനും സ്ലാഷ് ബോഡി ടാഗിനും ഇടയിലാണ് നമ്മൾ ബോഡി സെക്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ബോഡി സെക്ഷനാണ് വെബ് പേജിൽ കണ്ടന്റ് ആയിട്ട് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ടാഗുകളും കണ്ടെയ്നർ ടാഗുകളാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്താൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. HTML ഇവിടെ തുടങ്ങി നമ്മൾ /HTML ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഹെഡ് /ഹെഡ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ബോഡി /ബോഡി ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം തന്നെ ഈ കണ്ടെയ്നർ ടാഗുകളാണ്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന HTML ടാഗുകളും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യത്തേതാണ് HTML/HTML ഐഡൻറ്റിഫൈ ആൻഡ് HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് HTML ടൈപ്പിലുള്ളതാണ് എന്ന് കാണിക്കാനാണ് അത് HTML വെച്ച് തുടങ്ങേണ്ടതും HTML വെച്ച് /HTML വെച്ചത് അവസാനിപ്പിക്കേണ്ടതുമാണ്. ഈ HTML ടാഗിന് 2 ആട്രിബ്യൂട്ടുകളാണുള്ളത്. LANG എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, DIR എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ഏത് ലാംഗ്വേജിലാണ് നമ്മൾ വെബ് പേജ് എഴുതിയിരിക്കുന്നത് അത് സൂചിപ്പിക്കാനുള്ള ആട്രിബ്യൂട്ടാണ് LANG. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് സാധാരണ വെബ് പേജ് എഴുതുന്നത് എങ്കിൽ ഈ LANG എഴുതേണ്ട കാര്യമില്ല, ഡീഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഏത് ലാംഗ്വേജാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ്, അത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് LANG. അടുത്ത DIR ആണ്, ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷനിലാണ്? DIR ടാഗ് സ്പെസിഫൈസ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ടെക്സ്റ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ഇൻ വെബ് ബ്രൗസർ. നമ്മൾ സാധാരണ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജുകളും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അറബി പോലുള്ളതാണ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസിൽ മാത്രം ഈ DIR എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പം സാധാരണ രീതിയിൽ LANGയും DIRഉം നമ്മൾ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ 2 ആട്രിബ്യൂട്ട് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ലാംഗ്വേജ് ഏതാണെന്ന് സൂചിപ്പിക്കാൻ LANGയും ഡയറക്ഷൻ സൂചിപ്പിക്കാൻ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട ആ ഡയറക്ഷൻ സൂചിപ്പിക്കാനുള്ള ആട്രിബ്യൂട്ടാണ് DIR. അടുത്ത ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ടാഗാണ് head/head. അടുത്ത ടൈറ്റിൽ ബാറിൽ വരും. ടൈറ്റിലിനും /ടൈറ്റിലിനും ഇടയിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാറിൽ വരും. ഇനി ബോഡി ടാഗ് ഏറ്റവും പ്രധാനപ്പെട്ട ടാഗാണ്. നമ്മൾ ബോഡി സെക്ഷൻ HTMLൻ്റെ ബോഡി സെക്ഷൻ HTML ഡോക്യുമെൻറ്റിൻ്റെ ബോഡി സെക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ബോഡി എന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന് 8 ആട്രിബ്യൂട്ടുകളുണ്ട്. BG കളർ, ഇറ്റ് സ്പെസിഫൈസ് ദി ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ ഡോക്യുമെൻറ്റ്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണ് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് BG കളർ. സാധാരണ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. നമുക്ക് വൈറ്റ് വേണ്ട, ഇപ്പം റെഡ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമ്മൾ BG കളർ = റെഡ് എന്ന് കൊടുക്കണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് BG കളർ. അടുത്തത് ബാക്ക്ഗ്രൗണ്ട്, സ്പെസിഫൈസ് ദി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫോർ ദ ഡോക്യുമെന്റ്. ബാക്ക്ഗ്രൗണ്ടിൽ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ വരുത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരുത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ്, വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട അക്ഷരങ്ങളുടെ കളർ. സാധാരണ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് അക്ഷരങ്ങളാണ് വരുന്നത്. നമുക്ക് ആ അക്ഷരങ്ങളുടെ കളർ മാറ്റണമെന്നുണ്ട് എങ്കിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ ടെക്സ്റ്റ് = യെല്ലോ കൊടുക്കുകയാണെങ്കിൽ അക്ഷരങ്ങൾ യെല്ലോ കളറിൽ വരും. ഇനി ലിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ആട്രിബ്യൂട്ടുകളുണ്ട്. അപ്പോൾ ലിങ്കിങ് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം.
അൺവിസിറ്റഡ് ലിങ്കിന്റെ കളർ കൊടുക്കാനാണ് ലിങ്ക് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ലിങ്ക് ഇറ്റ് സ്പെസിഫൈസ് ദി കളർ ഓഫ് അൺവിസിറ്റഡ് ലിങ്ക്. ആക്റ്റീവ് ലിങ്കിന് കളർ കൊടുക്കാനാണ് എ ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് സ്പെസിഫൈസ് ദി കളർ ഓഫ് ആക്റ്റീവ് ലിങ്ക്. വി ലിങ്ക് ഇറ്റ് സ്പെസിഫൈസ് ദി കളർ ഓഫ് വിസിറ്റഡ് ലിങ്ക്. വിസിറ്റഡ് ലിങ്കിന് കളർ കൊടുക്കാനാണ് വി ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് മാർജിൻ specifies the left margin from where the text in the body appears. ലെഫ്റ്റ് മാർജിൻ സ്പെസിഫൈ ചെയ്യാനാണ് ലെഫ്റ്റ് മാർജിൻ, അതേപോലെ ടോപ്പ് മാർജിൻ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ടോപ്പ് മാർജിൻ. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ HTML എന്ന ടാഗിന് 2 ആട്രിബ്യൂട്ടുകൾ, LANG, അടുത്തത് DIR. ഹെഡിനും ടൈറ്റിലിനും ആട്രിബ്യൂട്ട്സ് ഇല്ല. ബോഡി എന്ന ടാഗിന് 8 ആട്രിബ്യൂട്ടുകൾ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. ഇനി ഹെഡിങ്, പല സൈസിലുള്ള ഹെഡിങ്ങുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 6 ടാഗുകളാണുള്ളത്. H1, H2, H3, H4, H5, H6. ഏറ്റവും വലിയ ഹെഡിങ് വേണമെങ്കിൽ നമ്മൾ H1 ഉപയോഗിക്കുക. അതിനേലും ചെറുതാണ് H2. അങ്ങനെ ഏറ്റവും ചെറിയ ഹെഡിങ് ആണെങ്കിൽ H6 എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കണം. ഇതിന് ഒരു അലൈൻ എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. അലൈന് കൊടുക്കാവുന്ന 3 വാല്യൂസ് ആണ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. അലൈൻ ലെഫ്റ്റ് കൊടുത്താൽ ഹെഡിങ് ലെഫ്റ്റിൽ വരും. അലൈൻ ഈക്വൽ ടു റൈറ്റ് കൊടുത്താൽ ഹെഡിങ് റൈറ്റിൽ വരും. അലൈൻ ഈക്വൽ ടു സെന്റർ കൊടുത്താൽ ഹെഡിങ് സെന്ററിൽ വരും. അപ്പൊ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ 6 ടാഗുകളുണ്ട്. ഏറ്റവും വലിയ ഹെഡിങ് ആണെങ്കിൽ H1, H2 അതിനേലും ചെറുതാണ്, H3 അങ്ങനെ ചെറുതായി. ഏറ്റവും ചെറിയ ഹെഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് H6. അപ്പം ഇതിനൊക്കെയുള്ള ഒരു ആട്രിബ്യൂട്ടാണ്, ഹെഡിങ് ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ. അലൈന് കൊടുക്കാവുന്ന 3 വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ഹെഡിങ് എവിടെ വരണം, ലെഫ്റ്റിൽ വരണോ, റൈറ്റിൽ വരണോ, സെന്ററിൽ വരണോ എന്ന് സൂചിപ്പിക്കാനാണ് ഈ അലൈൻ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് P/P. ഇതെല്ലാം തന്നെ കണ്ടെയ്നർ ടാഗുകളാണ്. H1ഉം Pയും ഒക്കെ കണ്ടെയ്നർ ടാഗാണ്. അതിനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് P എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഇതിനും ഒരു അലൈൻ എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. അതിന് കൊടുക്കാവുന്ന വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ഓർ ജസ്റ്റിഫൈ. ഇനി അടുത്തത് ബ്രേക്ക്. ഒരു പുതിയ ലൈൻ തുടങ്ങണം. അങ്ങനെ ഒരു ലൈൻ ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് BR ടാഗ്. ഇനി അടുത്തത് HR. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് HR. ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് HR. ഇതിന് 5 ആട്രിബ്യൂട്ടുകളുണ്ട്. സൈസ്, വിഡ്ത്ത്, അലൈൻ, കളർ, നോ ഷെയ്ഡ്. ലൈനിന്റെ തിക്നെസ് സൂചിപ്പിക്കാൻ, എത്ര കട്ടിയിൽ വേണം, ആ തിക്നെസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് സൈസ്. ഇനി ലൈനിന്റെ വിഡ്ത്ത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് വിഡ്ത്ത്. എവിടെ അലൈൻമെന്റ്, ഈ ലൈനിന്റെ അലൈൻമെന്റ് ലെഫ്റ്റ്, റൈറ്റ് ഓർ സെന്റർ, അത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ. ഏത് കളറിലുള്ള ലൈൻ വേണം, കളർ ഈക്വൽ ടു റെഡ് കൊടുത്താൽ റെഡ് കളറിലുള്ള ലൈൻ വരും. ഇനി നോ ഷെയ്ഡ് ഉണ്ട്. ഒരു ഷാഡോ എഫക്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആട്രിബ്യൂട്ടാണ് നോ ഷെയ്ഡ്. അപ്പോൾ 5 ആട്രിബ്യൂട്ടുകൾ, പേരും അതെന്തിനു വേണ്ടിയാണെന്നും ആദ്യം മനസ്സിലാക്കാം. സൈസ്, ലൈനിന്റെ തിക്നെസ് സൂചിപ്പിക്കാനാണ് സൈസ്. വിഡ്ത്ത്, ലൈനിന്റെ വിഡ്ത്ത് സൂചിപ്പിക്കാനാണ് ഈ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ. ഏത് കളറിലുള്ള ലൈൻ വേണമെന്ന് സൂചിപ്പിക്കാനുള്ള ആട്രിബ്യൂട്ടാണ് കളർ. അതേപോലെ നോ ഷെയ്ഡ്, ഷാഡോ എഫക്റ്റ് ഉള്ള ലൈൻ വേണോ അല്ലാത്ത സാധാരണ ലൈൻ മതിയോ എന്ന് സൂചിപ്പിക്കാനുള്ളതാണ് നോ ഷെയ്ഡ് എന്ന ആട്രിബ്യൂട്ട്.
അടുത്ത് സെന്റർ ടാഗ്, സെൻട്രലൈസ് ചെയ്യാൻ കണ്ടന്റിനെ നടുക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് സെന്റർ ടാഗ്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ടാഗുകളുണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയുള്ള ടാഗുകൾ ബോൾഡ് ആക്കണമെങ്കിൽ ബി, സ്ട്രോങ്, ഇത് രണ്ടും ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഐ അല്ലെങ്കിൽ എം, ഇത് രണ്ടും ഇറ്റാലിക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. അണ്ടർലൈൻ ചെയ്ത് കാണിക്കാനുള്ള ടാഗാണ് യു എന്ന ടാഗ്. സ്ട്രൈക്ക് ത്രൂ സ്റ്റൈലിൽ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ നടുക്കൂടെ ഒരു വെട്ട് ഇതേപോലെ വരുത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് ഒന്നുകിൽ എസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ട്രൈക്ക് ഉപയോഗിക്കാം. ഇനി ഫോണ്ടിന്റെ സൈസ് കുറച്ച് വലുതാക്കി കാണിക്കണം, ഇൻക്രീസസ് ദി സൈസ് ഓഫ് ടെക്സ്റ്റ്, അതിനു വേണ്ടിയാണ് ബിഗ് എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അതേപോലെ ടെക്സ്റ്റിന്റെ സൈസ് ചെറുതാക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് സ്മോൾ. സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കി കാണിക്കണമെങ്കിൽ SUP, സബ്സ്ക്രിപ്റ്റ് ആകാനായിട്ട് SUB. ഇനി ബ്ലോക്ക് ഔട്ട് ടാഗ് ഉണ്ട്, ലോങ് കൊട്ടേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ്. Q ഉണ്ട്, കോഡ് ദ ടെക്സ്റ്റ്. PRE, പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തു നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും. ഇനി നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായി ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ നോട്ട് പാഡ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. നോട്ട് പാഡിൽ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോഡ് HTML കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. HTML ഹെഡ്, ടൈറ്റിൽ, വെൽക്കം, സ്ലാഷ് ടൈറ്റിൽ. അതായത് ടൈറ്റിലിനും സ്ലാഷ് ടൈറ്റിലിനും ഇടയിൽ വെൽക്കം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ വെബ് പേജിന്റെ ടൈറ്റിൽ ബാറിൽ വരും. ഇനി ബോഡി BG കളർ ഈക്വൽ ടു യെല്ലോ, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിരിക്കും. വെൽക്കം ടു ദ വേൾഡ് ഓഫ് HTML സ്ലാഷ് ബോഡി സ്ലാഷ് HTML. ബോഡിയുടെയും സ്ലാഷ് ബോഡിയുടെയും ഇടയിൽ കിടക്കുന്ന വെൽക്കം ടു ദ വേൾഡ് ഓഫ് HTML എന്നുള്ളതായിരിക്കും വെബ് പേജിലെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിരിക്കും. അതേപോലെ ടൈറ്റിൽ ബാറിൽ വെൽക്കം എന്ന് വരും. ഇനി ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. അതോടൊപ്പം അതിന് എക്സ്റ്റൻഷൻ .htm എന്നോ അല്ലെങ്കിൽ .html എന്നോ എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യണം. ഇവിടെ ഞാൻ ഇതിനെ ഫസ്റ്റ് .html എന്ന പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ നിന്ന് അത് ഒരു ബ്രൗസർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ഇന്റർനെറ്റ് എക്സ്പ്ലോററോ മോസില്ലയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വെബ് പേജ് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് .html എന്ന നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്ന ഈ ഫയലിനെ ഒരു ബ്രൗസർ വഴി ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു വെബ് പേജ് ലഭിച്ചു. ഇതിന്റെ ടൈറ്റിൽ ബാറിൽ വെൽക്കം എന്ന് വന്നിരിക്കുന്നത് കാണാം. ടൈറ്റിലിന്റെയും സ്ലാഷ് ടൈറ്റിലിന്റെയും ഇടയിൽ വെൽക്കം എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ടൈറ്റിൽ ബാറിൽ വെൽക്കം എന്ന് വന്നിരിക്കുന്നത്. ബോഡി BG കളർ ഈക്വൽ ടു യെല്ലോ, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ വന്നിരിക്കുന്നത്. വെബ് പേജിന്റെ കണ്ടന്റ് ആയി ബോഡിയുടെയും സ്ലാഷ് ബോഡിയുടെയും ഇടയിൽ കിടക്കുന്ന വെൽക്കം ടു ദ വേൾഡ് ഓഫ് HTML എന്ന് വന്നിരിക്കുന്നു. ഇനി ഈ വെബ് പേജിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി നോക്കാം. ഇനി ബോഡി BG കളർ ഈക്വൽ ടു യെല്ലോ, അതിൻ്റെ ഒപ്പം നമ്മൾ ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ് ഇത് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്താൽ അക്ഷരങ്ങളുടെ കളറ് റെഡായി മാറി. അതായത് ബോഡി ടാഗിന്റെ രണ്ട് ആട്രിബ്യൂട്ടുകളാണ് BG കളറും ടെക്സ്റ്റും. BG കളർ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് അക്ഷരങ്ങളുടെ കളറ് മാറ്റാനായി സാധിക്കും. ഓരോ ആട്രിബ്യൂട്ടുകളും ഇങ്ങനെ നമുക്ക് ആട്രിബ്യൂട്ടുകൾ കൊടുക്കുമ്പോൾ ഓരോ ആട്രിബ്യൂട്ടുകളും സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം.
ഇനി ഹെഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡിങ്ങിന് 6 ടാഗുകളാണ് നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും വലിയ ഹെഡിങ് കിട്ടാൻ ഉപയോഗിക്കുന്ന ടാഗാണ് H1. അപ്പൊ H1നും /H1നും ഇടയിൽ കൊടുത്താൽ അത് ഹെഡിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. സേവ് ചെയ്തിട്ട് വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ഹെഡിങ് ആയിട്ട് മാറി. ഇനി ഹെഡിങ്ങിനെ സെന്ററിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ H1ന്റെ ഒപ്പം അലൈൻ ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കാം, അലൈൻ ഈക്വൽ ടു സെന്റർ എന്ന് കൊടുക്കാം. ഇനി സേവ് ചെയ്യാം. വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹെഡിങ് സെന്ററിൽ വന്നിട്ടുണ്ട്. ഇനി H1നേക്കാളും ചെറിയ ഹെഡിങ്, ഇതിനേക്കാൾ ചെറിയ ഹെഡിങ് വേണമെങ്കിൽ H2, അതിനേലും ചെറുതാണ് H3. നമുക്ക് H4 നോക്കാം. H4 അലൈൻ ഈക്വൽ ടു സെന്റർ. സേവ് ചെയ്തു. അപ്പോൾ ഹെഡിങ്ങിന്റെ സൈസ് കുറഞ്ഞിരിക്കുന്നു. അതായത് 6 തരത്തിലുള്ള 6 ഹെഡിങ് ആണുള്ളത്. H1 തുടങ്ങി H6 വരെ. ഏറ്റവും വലിയ ഹെഡിങ്ങിനാണ് H1 ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ഹെഡിങ് ആണ് H6. അടുത്ത ലൈനില് പാലിശ്ശേരി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്തു. ഇപ്പൊ ഇവിടെ അടുത്ത ലൈനിലാണ് SNDP HSS കഴിഞ്ഞ അടുത്ത ലൈനിലാണ് പാലിശ്ശേരി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് സേവ് ചെയ്ത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാനും ഒറ്റ ലൈനിൽ വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടാഗാണ് BR. SNDP HSS കഴിഞ്ഞ് നമ്മൾ BR എന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈൻ ബ്രേക്ക്, അടുത്ത ലൈനിലായിരിക്കും പാലിശ്ശേരി എന്ന് വരുന്നത്. അടുത്ത ലൈനിൽ വന്നിട്ടുണ്ട്. ഇനി ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടാഗാണ് B. SNDP HSS എന്നതിനെ ബോൾഡ് ആയിട്ട് കാണിക്കണമെങ്കിൽ B ടാഗിനും /Bയുടെയും ഇടയിൽ എഴുതാം. സേവ് ചെയ്യുക. SNDP HSS എന്നുള്ളത് ബോൾഡ് ആയിട്ട് മാറിയിരിക്കുന്നത് കാണാം. ഇറ്റാലിക്സിൽ പാലിശ്ശേരി എന്നുള്ളത് ഇറ്റാലിക്സിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഐനും /ഐനും ഇടയിൽ എഴുതാം. സേവ് ചെയ്യുക. പാലിശ്ശേരി ഇറ്റാലിക്സിലേക്ക് മാറി. ഇനി അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് U. ഇപ്പൊ പാലിശ്ശേരി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവിനും /യുവിനും ഇടയിൽ കിടക്കുന്ന കണ്ടൻസ് അണ്ടർലൈൻ ചെയ്ത് വരും. പാലിശ്ശേരി അണ്ടർലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് SUP. അപ്പൊ നമ്മൾ അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് BR കൊടുത്തു. ഇനി നമുക്ക് A² എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ A2 മുകളിലാണ് വരേണ്ടത്. സൂപ്പർസ്ക്രിപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ 2നെ SUPയുടെയും /SUPയുടെയും ഇടയിൽ കൊടുക്കണം. 2 എന്നുള്ളത് A സാധാരണ രീതിയിൽ 2 എന്നുള്ളത് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വരും. സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് A² മുകളിൽ 2 വന്നിട്ടുണ്ട്. ഇനി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരാൻ ഉപയോഗിക്കുന്ന ടാഗാണ് SUB. അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് വീണ്ടും ഒരു BR കൊടുത്തു. ഇനി H2O എന്ന് വരണമെന്നുണ്ടെങ്കിൽ H സബ്സ്ക്രിപ്റ്റ് ആണ് 2, അതുകൊണ്ട് SUB എന്ന് കൊടുത്തു. ഇനി 2 /SUB O. H2O എന്നുള്ളത് 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വെൽക്കം ടു ദ വേൾഡ് ഓഫ് HTML കഴിഞ്ഞിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുത്തണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് HR. അപ്പോൾ ഈ വെൽക്കം ടു ദ വേൾഡ് ഓഫ് HTML ആ ഹെഡിങ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് HR. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നിട്ടുണ്ട്, അല്ലെ? ഇനി ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് സൈസ്.
കളർ മാറ്റാൻ ഉപയോഗിക്കുന്ന ടാഗാണ് കളർ. നോക്കാം. അതിന്റെ സൈസ് തിക്നെസ് കൂടി, അതോടൊപ്പം എന്താണ് കളറ് റെഡ് കളറിലേക്ക് മാറി. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ index.jpg എന്ന ഒരു പിക്ചർ കിടപ്പുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഫോട്ടോ ആണത്. ഈ പിക്ചർ നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ നോട്ട് പാഡിൽ നോക്കാം. ബോഡി ടാഗിന്റെ മറ്റൊരു ആട്രിബ്യൂട്ട് ആണ് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ആ പിക്ചറിന്റെ പേര് കൊടുക്കുക index.jpg. അപ്പൊ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു index.jpg എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പിക്ചർ വരും. നമ്മൾ സേവ് ചെയ്തിട്ട് ഇത് first.html എന്ന പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ വന്നിട്ടുണ്ട്. ആ index.jpg എന്ന പിക്ചർ വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി, ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ഇനി ബോഡിയുടെ ഇടയിൽ SNDP-HSS എന്ന് കൊടുത്തിട്ടുണ്ട്. BR എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിൽ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടി വലുതായിട്ട് കാണിക്കും. ഈ ആദ്യത്തെ SNDP-HSS എന്നതിനേക്കാളും ഒരു സൈസ് കൂടുതലായിരിക്കും രണ്ടാമത് കിടക്കുന്ന SNDP-HSS. നമുക്ക് നോക്കാം, സേവ് ചെയ്തിട്ട് നോക്കാം. ആദ്യത്തെ SNDP-HSS സാധാരണ സൈസിൽ ബിഗ് കൊടുത്തപ്പോൾ അതിനേക്കാളും ഒരു സൈസ് കൂടി ഇതിന്. ഇനി അടുത്തത് എസിനും /S ഇടയിൽ പാലിശ്ശേരി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നടുക്കൂടെ ഒരു വെട്ട് വന്നത്, സ്ട്രൈക്ക് ത്രൂ എഫക്റ്റ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് S. വീണ്ടും BR സെന്റർ H/center. അതായത് H എന്നുള്ളത് ഇവിടെ സെന്ററിൽ വന്നു, വെബ് പേജിന്റെ നടുക്കാണ് H എന്ന് വന്നിരിക്കുന്നത്. ഇനി Qനും /Qനും ഇടയിൽ ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കോഡ്സിൽ വന്നിട്ടുണ്ട്. കോഡ്സിൽ വരുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ് Q. ഒന്നുകൂടെ പറയാം. സാധാരണ ചെറിയ സൈസിൽ SNDP-HSS വന്നു. ഇനി ഒന്നുകൂടി വലിയ സൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബിഗിനും /ബിഗിനും ഇടയിൽ കൊടുത്തപ്പോൾ അതിന്റെ സൈസ് കൂടി. BR അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് S സ്ട്രൈക്ക് ത്രൂവിന് വേണ്ട ടാഗാണ് S. പാലിശ്ശേരി അതിന്റെ നടുക്കൂടെ ഒരു വെട്ട് വന്നിട്ടുണ്ട്. സെന്ററിൽ വരുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ് സെന്റർ. സ്പെല്ലിംഗ് നോക്കാം, CENTER ആണ് സെന്റർ. ഇനി CNTER. ഇനി കോഡ്സിൽ വരുത്താൻ ഉപയോഗിക്കുന്ന ഡബിൾ കോഡ്സ് വരുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ് Q/Q. അപ്പൊ നിങ്ങൾ ഇതുവരെ എല്ലാ ബേസിക് ആയിട്ടുള്ള ടാഗുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ.